കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. ഇന്ന് പൊന്നു ഗുരുവായൂരപ്പന് ഉദ്യാസ്തമന പൂജ ഉണ്ടായിരുന്നു. എല്ലാ പൂജകളും ഉച്ചപൂജയും കളഭാലങ്കാരും എല്ലാം ഭംഗിയായിട്ട് നടന്നു. പൊന്നു ഗുരുവായൂരപ്പൻ നല്ല സന്തോഷത്തിലാണ്. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ, ഞങ്ങളെ കൂടെ ഉണ്ടാവണേ. ഇന്നത്തെ കളഭാലങ്കാരം കണ്ടാൽ നല്ല കൗതുക. ശ്രീലകത്തേക്ക് നോക്കി ആകെ ഒരു തിളക്ക, നല്ല സന്തോഷമാവും തൊഴുതാൽ. അത്ര രസമായിട്ടാണ് ചാർത്തിരിക്കണത്. ഒരു പൊന്നൂഞ്ഞാലിൻ്റെ മുകളിൽ ഒരു പൊന്നുണ്ണിയെ കണ്ടതിനിരിക്കുക, അങ്ങനെയാണ് ചാർത്തിരിക്കണത്. ആ പൊന്നുഞ്ഞാൽ പടി ഉണ്ടല്ലോ, ഇരിക്കണ പടി, അതിങ്ങനെ കസവിൻ്റെ ഇങ്ങനെ ഒട്ടിച്ച് നല്ല ഭംഗിയുള്ള പൊൻപടി. ആ പൊന്നുംപടീൻ്റെ മുകളിൽ ഒരു പൊന്നുണ്ണി കയറിയിരിക്കണം. ആ ഇരിക്കണ പൊന്നുണ്ണിനെ കണ്ണ രണ്ട് കാലും തൂക്കിയിട്ടിട്ടുണ്ട്. തൂക്കിയിട്ട് രണ്ട് കാലുമില്ല ആ പൊൻതളകൾ ചാർത്തിയിട്ടുണ്ട്. വീതിയുള്ള പൊൻതളകൾ, ഈ കസവിൻ്റെ ഇങ്ങനെ ഒട്ടിച്ചിരിക്കുകയാണ്. വീതിയുള്ള പൊൻതളകൾ ആ കാലിൽ ചാർത്തിരിക്കണത്. പട്ടുകോണ കൊടുത്തിട്ടുണ്ട്. കിങ്ങിണി കൊമ്പേനോട് ഇങ്ങനെ പറ്റി കിടക്കുന്നുണ്ട്. തടിച്ചിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഉണ്ണിയാട്ടോ, നല്ല കൗതുക കാണാൻ. ശ്രീലകത്തൊക്കെ വെച്ചാൽ നല്ല തിളക്കുവാണ്, അങ്ങനെ രസമായിട്ട്. ആ എന്താ പൊന്നുണ്ണിയുടെ ആ കിങ്ങിണിയുടെ മുകളിൽ നിന്ന് ഇങ്ങനെ സ്വർണ്ണഞാത്തുകൾ രണ്ട് തുടരുടെ മുകളത്തേക്ക് ഇങ്ങനെ മുളക്കുകയാണ് നല്ല ഭംഗിയായിട്ട്. അങ്ങനെ ചാർത്തിരിക്കണത്. കഴുത്തിൽ നല്ല ഭംഗിയുള്ള ഒരു മാങ്ങാമാല, ഒരു കാശുമാല പോലത്തെ ഒരു മാല, പിന്നെ എന്താ മണിമണി പോലത്തെ ഒരു മാല, കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ ഒരു മാല. യശോദമ്മ നല്ല ഭംഗിയായിട്ട് ഒരുക്കിയിട്ടുണ്ട്. നല്ല കൗതുക ഉണ്ണിക്കണ്ണനെ കാണാൻ, ശ്രീലകത്തിരിക്കണ ഉണ്ണിക്കണ്ണനെ കാണാൻ അത്ര ഭംഗിയായിട്ടാണ് ചാർത്തിരിക്കണം കേട്ടോ. കൈവളകൾ തോൾവളകളൊക്കെ ചാർത്തിട്ട് അതും ഇങ്ങനെ വീതിയുള്ള കസവിനൊക്കെ ഒട്ടിച്ച് നല്ല ഭംഗിയായിട്ട്. രണ്ട് കൈയോടുകൂടി പൊന്നൂഞ്ഞാൽ മുറുകെ പിടിച്ചിട്ടായിരിക്കണത്. ആ മുറുകെ ഇടത്തെ കയ്യിൽ പൊന്നൂഞ്ഞാലിൻ്റെ വള്ളി മുറുകെ പിടിച്ചിട്ടുണ്ട്, ഒപ്പം ഒരു ഓടക്കോളിലും കയ്യിൽ പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ആയിരിക്കണത്. അങ്ങനെ പൊന്നോടക്കോളിലും പിടിച്ചിട്ട് ഊഞ്ഞാലിൻ്റെ മുകളിൽ ഇരിക്കുന്ന ഒരു പൊന്നുണ്ണി കാണാൻ എന്തൊരു ഭംഗിയറിയോ ചാർച്ച കാണാൻ. നല്ല സന്തോഷവും നമുക്ക് കണ്ടാൽ തന്നെ. അത്ര രസമായിട്ട് ആ ഊഞ്ഞാലിൻ്റെ മുകളിൽ ഇരിക്കുന്ന ഉണ്ണിക്കണ്ണനെ കാണാൻ. അത്ര രസമായിട്ട്. ചെവിയിൽ ചെവിപ്പൂക്കൾ, നെറ്റീമിൽ സ്വർണ്ണഗോപി, നല്ല മന്ദഹാസം. ഊഞ്ഞാൽമ ഇരുന്ന് ആടാൻ പോകല്ലേ എന്നുള്ള ആനന്ദം മുഴുവൻ ആ ചെറിയ ഉണ്ണിയുടെ മുഖത്തുണ്ട്. അത്ര രസമായിട്ട് തടിച്ചിട്ടുണ്ട് ഒരു മിടുക്കണ്ണൊരു ഉണ്ണി. പൊന്നുകിരീടം ചാർത്തിയിട്ടുണ്ട്. പൊന്നുകിരീടത്തിന് മുകളിൽ രണ്ട് തിരുമുടിമാലകളാണ്. തെച്ചിപ്പൂ ധാരാളമായിട്ട്, നടുവിൽ കുറച്ച് തുളസിപ്പൂവായിട്ട്, പിന്നെ വെളുത്ത പൂ മാത്രമായിട്ട് വെളുത്ത പൂവിൻ്റെ തിരുമുടിമാല, അതിൻ്റെ മുകളിൽ ഇങ്ങനെ തെച്ചിപ്പൂ നടുവിൽ കുറച്ചായിട്ട്, അങ്ങനെ രണ്ട് തിരുമുടിമാലകൾ ചാർത്തിയിട്ടുണ്ട്. ഇതുപോലെ കഴുത്തിൽ നല്ല ഭംഗിയുള്ള 2-3 ഉണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട് കേട്ടോ. ഒരു ഉണ്ടമാല ഇങ്ങനെ വെച്ചാൽ തെച്ചിപ്പൂ ധാരാളം, പിന്നെ കുറച്ച് വെളുത്ത പൂവ്, വീണ്ടും തെച്ചിപ്പൂവ്, അങ്ങനെയായിട്ട് നല്ല ഭംഗിയുള്ള കണ്ണൻ്റെ തൃപ്പാദത്തിലേക്ക് എത്തുമ്പോഴേക്കും തുളസിപ്പൂവായിട്ട്. മറ്റേ ഉണ്ടമാല എങ്ങനെ വെച്ചാൽ താമര, തുളസി, വെളുത്ത പൂവ്, അങ്ങനെ ഇടകലർന്ന അതും നല്ല ഭംഗിയുണ്ട്. പിന്നെ ഒരു ഉണ്ടമാല താമര മാത്രമായിട്ടൊരു ഉണ്ടമാല, അങ്ങനെ 3 ഉണ്ടമാലകളാണ് ചാർത്തിരിക്കണം ഉണ്ണിക്കണ്ണനെ. എന്തൊരു കൗതുകം അറിയോ. ശ്രീലകത്തേക്ക് നോക്കിയാൽ തന്നെ സന്തോഷവും അത്ര കണ്ട ആനന്ദമായിട്ടായിരിക്കണം ഉണ്ണിക്കണ്ണൻ ഊഞ്ഞാലിമേൽ. ആ ഊഞ്ഞാലിമേലിരിക്കണം ഉണ്ണിക്കണ്ണൻ ഓടക്കോഴ കയ്യിൽ പിടിച്ചുകൊണ്ടാക്കണം. യശോദമ്മ വന്നിട്ട് ആ ഓടക്കോഴ അരയിൽ തിരികെ കൊടുക്കണം, അതിന് വേണ്ടിയിട്ട് തയ്യാറായിട്ട്. ആ ഓടക്കോഴ കൂടി അരയിൽ തിരികിയാലേ നല്ലോണം ഇരുന്ന് ആടാൻ പറ്റുള്ളൂ. നമുക്ക് മെല്ലെ മെല്ലെ നമ്മുടെ ഉണ്ണിക്കണ്ണനെ ആട്ടി കൊടുക്കാട്ടോ. ആ ഓടക്കോഴ അരയിൽ തിരികെ കൊടുക്കും ചെയ്യാം. അങ്ങനെ ഉണ്ണിക്കണ്ണൻ നല്ല സന്തോഷത്തിലാണ് ശ്രീലകത്ത്. നല്ല ഭംഗിയാണ് കാണാൻ ചാർത്തിയത്. ശ്രീലകത്തേക്ക് നോക്കിയാൽ ആകെ ഒരു തിളക്കം, സന്തോഷമാവും കണ്ടാൽ. ഗുരുവായൂരപ്പ. അതുപോലെ ഈ തിരുമുടിമാലകളുടെ മുകളിൽ വിധാനമായിട്ട് 4-5 ഉണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട്. ഒന്ന് തെച്ചി മാത്രമായിട്ട് തുളസിപ്പൂ കുറേശ്ശെ, പിന്നെ വെളുത്ത പൂവും തുളസിയായിട്ടുള്ളത്, പിന്നെ താമരയും തുളസിയായിട്ടുള്ളതൊന്ന്, പിന്നെ കണ്ണന് പ്രിയപ്പെട്ട തുളസിപ്പൂ കൊണ്ടുള്ള 2 ഉണ്ടമാലകൾ, അങ്ങനെ 5 ഉണ്ടമാലകൾ വിധാനമായിട്ട് ചാർത്തിയിട്ടുണ്ട്. ഇതിനൊക്കെ നടുവിലാണ് പൊന്നുണ്ണി കണ്ണൻ പൊന്നൂഞ്ഞാലുമിരുന്നു ഊഞ്ഞാലാടാൻ തയ്യാറായി നിൽക്കുന്നത്. നല്ല സന്തോഷമല്ലേ ആലോചിക്കുമ്പോൾ തന്നെ. ഞാൻ നല്ല സന്തോഷത്തിലാണ്. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. എന്നുണ്ണി കൃഷ്ണ നീ കണ്ണുനീർ തൂകുന്നതെന്തിനാണോ മനെ ഞാൻ എടുക്കാം. എപ്പോഴും ആളുകൾ ആവശ്യമില്ലാതെ ദേഷ്യപ്പെടുകയാണല്ലോ നിന്നെ. അങ്ങനെയാണവർക്ക് ആഗ്രഹം എന്നാകിലാകട്ടെ കുഞ്ഞിനു ഞാനുണ്ടല്ലോ. മുറ്റത്തുരുണ്ടിടും മണ്ടിക്കളിച്ചിടും പൂമയിൽ മണ്ണു പുരണ്ടിട്ടുണ്ടാം ആളുകൾ, എന്നിട്ടോ നിന്നെ വിളിക്കുന്നു ചണ്ടി, മഹാചണ്ടി എന്നിങ്ങനെ. എന്നാൽ ഇവരിനി മാനത്തു തുള്ളിക്കളിക്കുമ്പോൾ മേൽ മുഴുവൻ മാലിന്യം പറ്റിയോരമ്പിളി അമ്മാമൻ തന്നെയും ചണ്ടി എന്നോതിയിടുമോ. ചണ്ടിയാണെങ്കിലു സുന്ദരന്മാരാ ഒരു മംഗത്തിൽ തങ്കത്തെ കേറ്റിടേണ്ട. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. നാരായണ, എന്ത് ഭംഗിയാ ആ പൊന്നൂഞ്ഞാലുമിരിക്കണം. ആ പൊന്നുണ്ണിക്കണ്ണനെ കാണാമെന്നറിയൂ. നല്ല കൗതുക, നല്ല ഭംഗിയാ. ശ്രീലകത്തേക്ക് നോക്കിയാൽ നെയ്വിളക്കിൻ്റെ ശോഭയിൽ ഇങ്ങനെ തിളങ്ങണം എല്ലാം. ആ തിളങ്ങണ ഉണ്ണിക്കണ്ണൻ്റെ ആ തൃപ്പാദത്തിൽ വീണ് നമസ്കരിക്കുക. ആ കാല് രണ്ടും ഇങ്ങനെ തൂക്കിയിട്ടുണ്ട്. ഭക്തന്മാരായ നമുക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് ആ കാലിങ്ങനെ നീട്ടി പിടിച്ചിരിക്കണം. ആ നീട്ടി പിടിച്ചിരിക്കുന്ന 2 തൃപ്പാദം, ആ തള കെട്ടിയ തൃപ്പാദം മുറുകെ കണ്ടി പിടിക്കുക. ആ സച്ചിദാനന്ദ ഘട്ടമുണ്ടല്ലോ, എന്തൊരു ആനന്ദത്തിലറിയോ ഊഞ്ഞാലിൻ്റെ മുകളിൽ ഇരിക്കുന്നത്. ആ സച്ചിദാനന്ദ ഘട്ട തിരുമുഖം നോക്കി ഉറക്കാതെ നാമം ജപിക്കാം നമുക്ക്. നമ്മുടെ ഉണ്ണിക്കണ്ണനാ. നമുക്ക് ധൈര്യമായിട്ട് ഉണ്ണിക്കണ്ണനെ സ്നേഹിച്ച്
ഉറക്കനാമം ജപിക്കാം. കണ്ണനെ കുറച്ച് സ്നേഹിക്കാൻ തന്നെ തയ്യാറായ കണ്ണൻ അതിൻ്റെ ഇരട്ടീൻ്റെ ഇരട്ടി എത്രയോ ഇരട്ടി നമ്മളെ സ്നേഹിക്കും. അങ്ങനെയാണ് ആ പൊന്നുണ്ണി കണ്ണൻ, ശ്രീലകത്തിരിക്കണ പൊന്നുണ്ണി കണ്ണൻ ട്ടോ. അങ്ങനെ സ്നേഹിച്ചും കൊണ്ട് നമുക്ക് ഉറക്കനാമം ജപിക്കല്ലേ. കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. നാരായണ 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 ഹരേ ഹരേ.